സന്തോഷമായി. അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചത്. അതുമാത്രമല്ല, അവിഹിതം കേട്ട് 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 ഞാൻ മടുത്ത്. ഒരു പെണ്ണും കേൾക്കാത്തതും കാണാത്തതും മൊത്തവും ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്തു. എന്തായാലും നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെട്ടവരാണ്. അപ്പോഴേ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പോലും ആരുമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പലരെയും വാക്ക് ഞാൻ കേൾക്കേണ്ടി വരും. കുഞ്ഞിനെ അങ്ങനെ ചെയ്യണം, കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യണം, കുഞ്ഞിനെ അവർക്ക് കൊടുക്കണം, കുഞ്ഞിനെ ഇവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഈ കുഞ്ഞ് അതിലുള്ള കുഞ്ഞാണ്, ഹറാമിലുള്ള കുഞ്ഞാണ്, ഇത് തരണം എന്നൊക്കെയുള്ള കമൻറ്റ് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഞാൻ കേട്ടു. വീട്ടിൽ നിന്നെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഭാഗത്ത് നിന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. എന്നെയാണ് നിരന്തരം ബേക്കി നടന്ന് ദ്രോഹിക്കുന്നത്. എൻ്റെ മക്കളെ സുരക്ഷിതത്വം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ലൈഫ് എടുത്തത്. കാരണം ആരെയും വാക്ക് കേൾക്കണ്ട. ഇതിപ്പോൾ 100 അഭിപ്രായമാണ്. മക്കൾക്ക് ഉപ്പയില്ലാത്തതുകൊണ്ട് അവിടെ അങ്ങനെ ചെയ്യണം, ഇവിടെ ഇങ്ങനെ ചെയ്യണം, ഇവരങ്ങനെ ചെയ്യണം, അവരിങ്ങനെ ചെയ്യണം, എല്ലാം കൂടെ ചെയ്ത് 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 ഞാനില്ലാണ്ട. അതിൽ നിന്ന് നല്ലത് ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോൾ എത്ര ആയാലും ഒരു അന്തിക്കൂട്ടിന് ഒരാളുണ്ടെങ്കിൽ മക്കൾക്കും ഒരു സ്നേഹമാണ്. കാരണം ഇത് പുറത്തു പോവാൻ ഇറങ്ങാൻ നിവർത്തിയില്ല, പുറത്ത് കൊണ്ടുപോകാൻ ആരുമില്ല, 3 പേരാണ്. പിന്നെ പെണ്ണ് ആണ് എന്നൊരു വേർതിരിവ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള ചിലവരെ വളർത്തിയ ദോഷം കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത്. പക്ഷേ എനിക്ക് അങ്ങനെയില്ല. എൻ്റെ മക്കൾ എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനി ഷാൻ അങ്ങനെയാണ്, ഷാൻ ഇങ്ങനെയാണ്, അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ നോക്കിക്കൊണ്ട്. നെഗറ്റീവ് പറയുന്നവരടുത്താണ്. അപ്പോൾ എൻ്റെ അത് എല്ലാം പെണ്ണിനെ എനിക്ക് എല്ലാം പെണ്ണും എല്ലാ ആണും എനിക്കല്ല തന്നത്. എനിക്ക് അള്ളാഹു ഒരു പെൺകുഞ്ഞിനെയും 3 ആൺകുഞ്ഞിനെയും തന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളാരും നെഗറ്റീവ് ഇട്ട് എത്ര താഴ്ത്താൻ നിന്നാലും ഞാൻ താരില്ല. റബ്ബ് താഴ്ത്തണമെന്ന ഞാൻ റബ്ബിനോട് ദുആ ചെയ്ത്, റഹ്മാനെ എന്തായാലും ഈ പ്രശ്നം ഇവിടെ എത്തിച്ച് നീ ഒരു ഹൈറായ ഒരു തീരുമാനം എടുക്കണം എന്ന്. അപ്പം ഞാനിപ്പോൾ പ്രസവിച്ച് കിടന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, എൻ്റെ ജീവിതത്തിലൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ സമാധാനം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? ഷാൻ നന്നാക്കി എടുക്കണം എന്നെൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ മസ്റുമോള് സംസാരിച്ചു, ഞാൻ സംസാരിച്ചു, ഇനി മദ്യപിക്കില്ല, ഇങ്ങോട്ട് പറഞ്ഞതാണ്, ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല. നീ പറയണ എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇനിയൊരു മദ്യപാനം നിർത്താനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കൽ അറ്റാക്ക് വന്ന ആളാണ്. അപ്പം മദ്യപാനത്തിൻ്റെ മരുന്ന് കൊടുത്തിട്ടാണ് വന്നത്. അപ്പം നമുക്ക് രണ്ടാമത് അതെന്ത് ചെയ്ത് നമ്മളായിട്ട് ചെയ്ത് നശിപ്പിക്കണേക്കാട്ടി നല്ലത് സ്വയമായിട്ട് നിർത്തുമെങ്കിൽ നിർത്തട്ടെ. എല്ലാവരും പറഞ്ഞ് നിർത്തൂല. ഇന്നലെ 10 മണിക്ക് ജോലി കഴിഞ്ഞ് വന്നു. ഗ്യാസ് കുടുംബത്തിൽ നിന്ന് അരക്കുറ്റി ഇരുന്ന് അവരെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് വട്ടക്കൈതേന്ന് അവരാണ് കൊടുത്തയച്ചത് ഗ്യാസ്. എന്നിട്ട് കാലിക്കുറ്റി ഇവിടെ ഇരിക്കുന്നതില്ല. പണി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഡ്രസ്സും എടുത്ത് ഗ്യാസ് കുറ്റിയും പകുതി എടുത്തുകൊണ്ടാണ് രാത്രി വന്നത്. കാപ്പി ഉണ്ടാക്കി കൊടുത്തു. 3 നേരവും ഹോട്ടൽ ഫുഡും കഴിച്ച് ഉണ്ടാക്കുന്ന പൈസ മൊത്തവും ഹോട്ടലിലും കൊടുത്ത് അങ്ങനെക്കാട്ടി നല്ലത് അവനവൻ്റെ കുടുംബം വേണമെന്ന് തോന്നി തിരികെ വന്നതാണ്. ഇപ്പോൾ ഒരു കൂട്ടുകെട്ടില്ല, ഒരു കല. രാവിലെ ജോലിക്ക് 6:30-ക്ക് 5 മണിക്ക് ഞാൻ എണീക്കും, 6 മണിക്ക് അവരെണീക്കും, 5:30 എണീക്കും. എന്നിട്ട് ഞാൻ ജോലിയെല്ലാം കാപ്പിയും കുടിച്ച് അൽഹംദുലില്ലാ റാഹത്തായി സലാം പറഞ്ഞ് ഇവിടെ നിന്ന് പോയാൽ രാത്രിയാവും വരുമ്പം. ഇടയ്ക്ക് ടൈം കിട്ടുന്ന സമയങ്ങളിൽ വിളിക്കും, എന്ത് വേണം. നമുക്കത് ചോദിക്കാനൊക്കെ ഒരു അൽഹംദുലില്ലാ ഒരാളുണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ്. കാരണം ഇന്നലെ തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മക്കൾക്കും എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നു. സാധനം മേടിക്കാനും പൈസ ചിലവാക്കുന്നതിനൊന്നും യാതൊരു മടിയുമില്ല. ബാക്കി പൈസ അൽഹംദുലില്ലാ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനാണെന്നും പറഞ്ഞു. രാവിലെ ചിലവിനിത്തിരി ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ അതിൻ്റെ ഇടയിൽ പിന്നെ വെള്ളം ഒക്കെ കുടിക്കണമല്ലോ. മറ്റേ വണ്ടിയുടെ ചൂടാണ്, എൻജിൻ്റെയൊക്കെ മണ്ണടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വെള്ളം കുടിക്കാനും ബാക്കിയൊക്കെ എടുക്കും. ഊണ് 100 രൂപയാവും, അല്ലെങ്കിൽ പഴങ്കഞ്ഞി, ഇതാണ് കുടിക്കുന്നത്. വൈകിട്ട് ഒരു ചായ കുടിക്കും ലൈറ്റായിട്ട്. പിന്നെ വീട്ടിൽ വന്നാണ് ഫുഡ് കഴിക്കുന്നത്. രാവിലെയും രാത്രിയും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. നമുക്കിപ്പോൾ ചോറും കറിയും എല്ലാം വെക്കണമല്ലോ നമ്മളെ വീട്ടിൽ. വൈകിട്ട് കാപ്പി ഉണ്ടാക്കും. ബാപ്പയ്ക്കും മക്കൾക്കും കാപ്പി, എനിക്ക് ചോറും, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മസ്റുമോൾ അപ്പുറത്തുനിന്ന് ഉമ്മാൻ്റെ അടുത്തുനിന്ന് കഴിച്ചോളും. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് നിർത്തിയിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവർ രണ്ടും ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഉമ്മാക്കും ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീല്. അപ്പോൾ നമ്മളെ മാതാവല്ലേ, അപ്പോൾ അവൾ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ പഠിച്ചിട്ട് രാത്രി അവൾ അവിടെ കിടന്നോട്ടെ. ഇനിയിപ്പോൾ കുഞ്ഞാവ വരുമ്പോഴത്തേക്ക് ഞാനും കുഞ്ഞാവേ ഈ റൂമിൽ കിടക്കും, ബാപ്പച്ചി മക്കളും അപ്പുറത്തെ റൂമിൽ കിടക്കും. ഇന്നലെയും ബാപ്പച്ചി മക്കളും കൂടെ തന്നെ കുറേ നേരം ബാപ്പച്ചി മക്കളടുത്ത് കിടന്നാണ് ഉറങ്ങിയത്. മിച്ചുമോൻ രാത്രി കിടന്ന് ഉറക്കത്തിൽ വിളിച്ച് ഇന്ന് ബാപ്പച്ചി മോനും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഒരിക്കലും ഇനിയൊരു തെറ്റ് ഉണ്ടാവില്ല.
എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസിൻ്റെ സമക്ഷത്തിലാണ് നമ്മൾ ഒന്നായിരിക്കുന്നത്. അവർക്ക് എന്താണ്, ഞാനും ഒരുപാട് എന്താണ് ജീവിതത്തിൽ പരാജയം അനുഭവിച്ചോളാണ്. ഒറ്റപ്പെടലും ആ ഒറ്റപ്പെടലും കുത്തുവാക്കും കേൾക്കണേക്കാട്ടി നല്ലത് എങ്ങനത്തെ ഒരുത്തനാണെങ്കിലും ഭർത്താവ് ഒരാളുണ്ടെങ്കിൽ അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ, എന്തും അവർ പറയണ കണക്ക് ഞാൻ